ഹായ് ഹലോ എവ്രിവൺ. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ബട്ടർഫ്ലൈ 85 എന്ന് പറഞ്ഞ മൂവിയുടെ കാസ്റ്റ് ആണ്. വെൽക്കം. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. നല്ല വിശേഷം. ഓക്കെ, ആദ്യം തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? എന്റെ പേര് അൻവർ സാദിഖ്. ഞാൻ ബട്ടർഫ്ലൈ മൂവിയിൽ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഹലോ, മൈ നെയിം ഈസ് ഇഷിക കൃഷ്ണ. ഞാൻ ഹീറോയിന്റെ ചെറുപ്പമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഹായ്, നമസ്കാരം. ഞാൻ അനുപ്രഭ, ആർട്ടിസ്റ്റ് ആണ്. ബട്ടർഫ്ലൈകളില് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, കുറച്ച് മൂവീസ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ബട്ടർഫ്ലൈ 85 എന്ന് പറയുന്ന മൂവിയിൽ നിങ്ങളുടെ ക്യാരക്ടറിനെ പറ്റി ഒന്നുകൂടെ പറയാവോ? ലൈക്ക് എങ്ങനെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങൾ എത്തുന്നത്? ഇതൊരു ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പൊ അതില് നമ്മള് കുറെ ആർട്ടിസ്റ്റ് ഉണ്ട്, കൂടുതലും പുതുമുഖങ്ങളുണ്ട്, പിന്നെ ഓൾറെഡി സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പൊ ഡയറക്ടർ ഇതിൽ കൂടുതലും നല്ല ഓഡീഷനിലൂടെ തന്നെ കുറെ ടാലന്റഡ് ആയിട്ടുള്ള കുറെ ആൾക്കാരെ പുള്ളി സെലക്ട് ചെയ്തിട്ട്, അത് ആക്ലാബ് സ്റ്റുഡിയോയിൽ അവിടെ തിയേറ്റർ ഡ്രാമ ഒക്കെ ചെയ്തിരുന്ന കുറച്ച് പിള്ളേരെ, അപ്പൊ അതിൽ നിന്ന് നല്ല അത്യാവശ്യം നന്നായി പെർഫോം ചെയ്യുന്ന ആൾക്കാരെ കാസ്റ്റ് ചെയ്തിട്ടാണ്, സെലക്ട് ചെയ്തിട്ടാണ് പുള്ളി ഇതിലേക്ക് കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോ എന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നായികയുടെ കൂടെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള അവളുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. മോളുടെ കാര്യം, മോള് നേരത്തെ പറഞ്ഞ ഹീറോയിന്റെ ചെറുപ്പക്കാലാണെന്ന്. അപ്പൊ ഒന്ന് പറയാമോ, എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര മൂഡിയാണോ, സാഡ് ആണോ, അതോ ഭയങ്കര എനർജറ്റിക് ആണോ ക്യാരക്ടർ? കുറച്ച് ഹാപ്പി ആയിരുന്നു. ഹാപ്പി ക്യാരക്ടർ ആണല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ട് എന്തൊക്കെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു ഇവരൊപ്പം ഉള്ളൊക്കെ? അല്ല, ഞങ്ങളായിട്ട് എന്നായിട്ട് കോമ്പിനേഷൻ വരുന്നില്ല, പക്ഷെ നായികയുടെ ചെറുപ്പമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇയാളുടെ വലുതായിട്ട് വരുന്ന സമയത്താണ് ഞങ്ങളുടെ കോമ്പിനേഷൻ വരുന്നത്. തന്നെ ശ്രീധന്യ മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന പ്രശാന്ത് സാറുടെ മൂവി. അതില് നമ്മളൊരു ഗ്രൂപ്പായിട്ട് നമ്മൾ ഭയങ്കര നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. അതില് ഇതൊരു ഫ്രണ്ട്സ്, ഇതൊരു സർക്കിൾ ആണ്. അതിലൊരു ഫ്രണ്ട് ആയിട്ടാണ് അനു തന്നെയാണ് ക്യാരക്ടറിന്റെ പേര്. റിയൽ നെയിം. അതെ അതെ അതെ. അപ്പൊ അത് ഭയങ്കര ഒരു കണക്ഷൻ തോന്നിയ റിയൽ നെയിമും. പിന്നെ നമ്മൾ അറിയുന്നവര് എല്ലാവരും ആക്ലാബിൻസ് ആണ് അധിക പേരും അറിയുന്നവരാണ്. ശ്രീധന്യ, പ്രശാന്ത് സാറ്, പ്രശാന്ത് മുരളി, അവരൊക്കെ ആയിട്ട് അറിയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പടം വന്നപ്പോ നമ്മൾ കാസ്റ്റ് ചെയ്യുന്നു, അതിൽ നമുക്ക് അഭിനയിക്കാൻ പറ്റുന്നു. അത് പിന്നെ അതൊരു ജോയിന്റ് ആയി നമ്മളൊരു സിനിമയായി തീരുന്നു. എല്ലാം ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പൊ പൊതുവെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ്, എന്നാ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അത് റിലേറ്റഡ് ആയിട്ടൊരു മൂവിയാന്ന് പറഞ്ഞല്ലോ. സോ എങ്ങനെ നമ്മുടെ ഈ ഒരു മൂവിയിൽ സോഷ്യൽ റെലവൻസ് എങ്ങനെയാണ്? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ നമ്മള് ഓരോ പ്രശ്നങ്ങളോട് പല രീതിയിൽ പല ആളുകൾ രീതിയിലാണല്ലോ പ്രതികരിക്കുക. അപ്പൊ ചിലവർക്ക് പ്രതികരിക്കണം ഉണ്ടായിരിക്കാം, പക്ഷെ പ്രതികരിക്കാൻ സാധിക്കുന്നില്ലായിരിക്കും. പക്ഷെ ഇന്നത്തെ കാലത്തെ ഒരു കണ്ടന്റ് തന്നെയാണ് പറയാൻ ഡയറക്ടർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിപ്പോ നമ്മള് ഇപ്പം എല്ലാവരും സ്വന്തം ഐഡന്റിറ്റി തെളിയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതും, ഇപ്പൊ റീൽസ് പോസ്റ്റ് ആണെങ്കിലും ഒക്കെ. അപ്പൊ അങ്ങനെ ഒരു പെൺകുട്ടി അവളുടെ ഐഡന്റിറ്റി തെളിയിക്കാൻ വേണ്ടി അതിലൂടെയാണ് പടം പോകുന്നത്. പിന്നെ അതിന്റെ ഇടക്ക് അവൾക്ക് വരുന്ന കുറെ ഇൻസിഡൻസും പിന്നെ ഒരുപാട് മെസ്സേജസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ന് ഒരുപാട് പേര് ഇപ്പം കൊച്ചിയിലൊക്കെ വന്ന് പല നാടുകളിൽ നിന്ന് വന്ന് ഇവിടെ താമസിച്ചുകൊണ്ട് ഇവിടെ ഈ ഇതേപോലെ സോഷ്യൽ മീഡിയയിലും അങ്ങനെയൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരുപാട്. ഇപ്പോഴത്തെ പിന്നെ സോഷ്യൽ ഇത് റീച്ച് എന്ന് പറയാൻ, നമുക്ക് റീച്ച് കിട്ടിയാലാണ് നമ്മള് എല്ലാത്തിലും മുൻപന്തിയിൽ നിൽക്കുക. നമ്മൾ സോഷ്യൽ റീച്ച് കിട്ടിയാലാണ്, അല്ലെങ്കിൽ എല്ലാവരുടെ അടുത്തും നമ്മൾ എത്തിയാലാണ് ആ ഒരു മൊമെന്റ് നമുക്ക് ഉണ്ടാവുക, അല്ലെ? വലിയ ആൾക്കാരായി തീരുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. നമുക്ക് നമ്മുടെ ലൈഫ് ലൈക്ക് ഫേസ് റിയാലിറ്റിയും സോഷ്യൽ മീഡിയത്തെ ലൈഫ് തന്നെ രണ്ടും. അതെ 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 അതെ. അത് അവളുടെ റിയൽ ലൈഫിൽ ബാധിക്കുന്ന കുറെ സംഭവങ്ങളും പിന്നെ ഒരുപാട് മെസ്സേജസ് കൊടുക്കുന്നുണ്ട് ഈ സിനിമയിലൂടെ. ഇപ്പൊ യങ്സ്റ്റേഴ്സ് പലരും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് ആയിട്ട് ഒരുപാട് ഇഷ്യൂസ്. ഇപ്പൊ നമ്മള് തന്നെ ഈ അടുത്ത് തന്നെ ഒരു കുട്ടി ലൈക് ട്രക്കാന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തു. അവിടെ ചെന്ന് പോലീസ് നോക്കിയപ്പോ അത് ട്രക്കല്ല. അങ്ങനത്തെ കുറെ കാര്യമുണ്ട്. റീച്ചിന് വേണ്ടി എന്തും ചെയ്യാം. ഇപ്പൊ അതല്ലാണ്ട് ഇപ്പൊ ഒരു പെൺകുട്ടിയാണെങ്കിലും വീഡിയോ എടുത്തു ഒരാളുടെ ലൈഫ് അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പോ നമ്മുടെ മൂവി അതൊക്കെ അങ്ങനത്തെ ഒരുപാട് അങ്ങനെയല്ല, എന്നാലും അതുപോലത്തെ കുറെ പ്രശ്നങ്ങൾ ഈ സിനിമയില് ഉണ്ട്. നമുക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. സ്ക്രീനിലോ അല്ലെങ്കിൽ ഫോണിലോ കാണുന്ന, ഓൺലൈൻ കാണുന്ന മാത്രമല്ല ലൈഫ്, അതിനപ്പുറം വേറൊരു ലൈഫ് ഉണ്ട്. അവരെ സ്ട്രഗിൾ ഉണ്ട്, അവരെ
മാനസികാവസ്ഥയൊക്കെ ഇങ്ങനെ പോകുന്നു, അവർ എവിടെ നിന്ന് വരുന്നു, ഇതിലൂടെ പോകുന്നു എന്നൊക്കെ മനസ്സിലായി. ഇപ്പൊ മോളില് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാറുണ്ടോ? ഓ അങ്ങനെയില്ല. ഇല്ല. യൂട്യൂബ് പറഞ്ഞോട്. യൂട്യൂബ് ചാനല് ആദ്യം ചെയ്തിട്ടുണ്ട്, പിന്നെ എന്തോ തന്നെ നിർത്തിപ്പോയി, ഇനി ചെയ്യണം എന്നുണ്ട്. അപ്പൊ ലൈക്ക് എങ്ങനെ തോന്നി? കൂടുതലും ഇൻഫോർമേറ്റീവ് ആയിട്ടാണോ തോന്നിയേക്കുന്നത്? ഇൻഫോർമേറ്റീവ് ആയിട്ട്. അപ്പൊ ഇഷ്ടമാണോ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ? കുറച്ചൊക്കെ ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഏതോ യൂട്യൂബ് ആണോ ഇൻസ്റ്റാഗ്രാം ആണോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഓക്കെ. ഷിയ ടോക്സ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ അവള് ചെറുപ്പം മുതലേ, വളരെ ചെറുപ്പം മുതലേ അത്യാവശ്യം വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം വരക്കും. ആംഫിബിയൻസ്, ആനിമൽസ്, ഇൻഫോർമേറ്റീവ് ടൈപ്പ് ആണല്ലേ? അങ്ങനത്തെ ടൈപ്പ് കുറവാണ് സത്യം കുട്ടികൾ ചെയ്തത്. ആളിതില് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അവൾക്ക് അറിയില്ല അവൾ എത്രത്തോളം ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അവള് ഇത് കുറച്ച് നേരത്തെ ചെയ്തതാണ്. ഇപ്പൊ കുറെ ഷെഡ്യൂളുകളായിട്ട് എടുത്ത സിനിമ. അപ്പൊ അവൾക്ക് ഞാൻ ചെയ്തതിനെ പറ്റി കുറെയൊക്കെ മറന്നു പോയിട്ടുണ്ട്. അവൾ അത്യാവശ്യം നന്നായി ചെയ്തിട്ടുണ്ട് അവള്. അപ്പൊ എങ്ങനെ ആക്ടർ ആവണം തന്നെയാണ് ആഗ്രഹം? ആക്ടറും പിന്നെ ബാക്കി അവിടെ എയിം എന്താണ്? ആക്ടർ ആവണം എന്നാണോ? അങ്ങനെ ആവണമെന്നൊന്നും ഇല്ല. അതിന് പോണനുസരിച്ചിട്ട് അങ്ങനെ എന്താണോ വരുന്നത്? ഇനി ചാൻസ് ഒന്നും എന്തായാലും ചെയ്യുമല്ലേ? അവളെ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടാ. ഇഷ്ടമല്ലേ? അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ട് വരക്കും, പാട്ട് പാടും, ഒക്കെ ചെയ്യും. ഡാൻസും ചെയ്യും. ആണല്ലേ? എന്നിട്ട് എന്തെങ്കിലും വീക്ക് ആയിട്ടിരിക്കുന്നത് ഒരു എനർജി വരട്ടെ. ഓക്കെ. അപ്പൊ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനു ആണെങ്കിലും ഒരു വിമൻ ആണ്. പൊതുവെ നമ്മൾ പറയാറുണ്ട് സോഷ്യൽ മീഡിയയില് പെൺകുട്ടികള് ചെന്ന് പെട്ടെന്ന് ഓരോന്നില് ചെന്ന് പെടും, ചതിയില് ചെന്ന് പെടും എന്നൊക്കെ പറയും. അപ്പൊ ഒരു വിമൻ പെർസ്പെക്റ്റീവ് നോക്കുമ്പോ നമ്മുടെ മൂവി ആയിട്ട് എങ്ങനെ കണക്ഷൻ ചെയ്യാൻ പറ്റും? ഒരുപാട് കണക്റ്റഡ് ആണ്. സ്ത്രീകൾ പല രീതിയിലാണ് അത് ഒരുപാട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. കാരണം വെച്ചാൽ ഇത് നമ്മുടെ ഇൻസ്റ്റഗ്രാമും റീൽസും ഒക്കെ തുടങ്ങുന്ന അതിന്റെ റീച്ചും അത് നമ്മൾ തലക്കി പിടിക്കുന്നതും അത് നമ്മളെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളും അതിന്റെ റിയൽ ലൈഫ് എന്താണെന്നുള്ളതും അല്ലേ ഒരുപാട് ഇത് ശരിക്കും ഒരു ലേഡീസ് ഓറിയന്റൽ മൂവിയാണ്. കൂടുതലും കാരണം കുട്ടികൾക്കും അതുപോലെ തന്നെ അമ്മമാർക്കൊക്കെ ഭയങ്കരമായിട്ട് റിലേഷൻ, ഇമോഷണലി ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട്. അപ്പം അമ്മയെ കൂടുതൽ സ്നേഹിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് കണക്റ്റഡ് ആവും. കാരണം അവര് ഉണ്ടാവുമ്പോഴെങ്ങനെ ഇല്ലാത്തപ്പോഴെങ്ങനെയെന്നുള്ളതൊക്കെ പെട്ടെന്ന് ഇമോഷണലി കണക്ഷൻ ഉണ്ട് നന്നായിട്ട്. അപ്പൊ നമ്മുടെ മൂവി റിലീസ് എപ്പോഴത്തേക്കാണ്? മാർച്ച് 6-നാണ് നമ്മുടെ പടം റിലീസ്. കൊച്ചെത്ര പഠിക്കുന്നതെന്നാണോ? മാർച്ച് 6-നാണ് പടം റിലീസ്. അപ്പം അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. മോളെ എത്ര പഠിക്കണ? എങ്ങനെ? ഞാൻ ഹോം സ്കൂളിങ്, അപ്പൊ വീട്ടിൽ നിന്നിട്ടാ പഠിക്കുക. ഹോം സ്കൂളിംഗ് ആണോ? ഇതുവരെ നമ്മുടെ ഇവിടുത്തെ ഇല്ലാത്തൊരു ഫേമസ് ആത്ത ട്രെൻഡാണ്. ഇപ്പൊ ഹോം സ്കൂളിംഗ് എങ്ങനെയുണ്ട്? അത് രസമൊക്കെയാണ്. സ്കൂളിൽ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ആള് ബോംബെയിലാണ്. ഞാൻ മുംബൈയിലായിരുന്നു. പിന്നെ ഇതൊക്കെ ഇങ്ങനെ വന്നപ്പോ നാട്ടിലേക്ക് വന്നു. അപ്പൊ ഹോം സ്കൂളിംഗ് എങ്ങനെ ഒറ്റയ്ക്ക് പഠിക്കാനോ അതോ ഹെൽപ്പ്? അല്ല, എന്റെ അമ്മ പഠിപ്പിച്ചു. അമ്മേനെ ഉണ്ണീന്നാ വിളിക്കുക. അമ്മ വന്നിട്ടുണ്ട് ഇവിടെ. ഇവിടെ ഉണ്ട്. ഏറ്റവും സപ്പോർട്ട് ആരാണ്? അമ്മയാണോ? അങ്ങനെയൊന്നുമില്ല, രണ്ടാളും സപ്പോർട്ടറ്. രണ്ടാളാരൊക്കെ? അച്ഛനും ഉണ്ണിയോ? അച്ഛനും ഉണ്ണിയോ? അമ്മേനെ ഉണ്ണീന്നല്ലേ വിളിക്കുക? എല്ലാവരും ഉണ്ണീനെന്താ ഉണ്ണീന്നാ വിളിക്കുക. അത് വീട്ടിലെ ഏറ്റവും ഇളയതാണ് ഇവളുടെ അമ്മ. അവർ 4 പെൺമക്കളാ. അതിലേറ്റവും 4-മത്താണ്. അപ്പം മൂത്തവരും ഇവളുടെ അമ്മേനെ ഉണ്ണീന്ന് വിളിച്ചിട്ട് ഇപ്പൊ ഇവളും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. അപ്പൊ ഇച്ചിരി കൂടെ ഒരു ഇമോഷണൽ ബോണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ചെയ്യാൻ എന്താണ് ആഗ്രഹം? വരയ്ക്കാനാണോ പഠിക്കാനാണോ? എനിക്ക് വരയ്ക്കാനും പെയിന്റിങ്ങും ഒക്കെ നല്ല ഇഷ്ടമാണ്. എപ്പോഴും ചെയ്തോണ്ടേയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് വരയ്ക്കാനെന്ന് മനസ്സിലെന്താ വരച്ചെങ്കില് എന്നൊക്കെ വരച്ചിട്ടുണ്ട് ഒരുപാട് അല്ലേ? ഉണ്ട്. അപ്പൊ നമ്മള് റിലീസ് മാർച്ച് 6 ആണ്. നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? മാർച്ച് 6-ന് ഞങ്ങൾ പടം റിലീസാവാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. കാരണം ഒരു കൊച്ചു സിനിമയാണ്. ഞങ്ങൾ ഇതുപോലെ ഒരുപാട് സിനിമ ആഗ്രഹവുമായി നടക്കുന്ന ഒരുപാട് പേര് എഫേർട്ട് ഇതിലുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും എല്ലാവരും കാണണം.
നിങ്ങൾ അനുഗ്രഹിക്കണം. ഞങ്ങളൊരു കൂട്ടായ്മയുടെ സിനിമയാണ്. അത് നമ്മുടെ സ്ത്രീപക്ഷം എന്ന് പറയില്ല, മനുഷ്യന്റെ രീതിയിലുള്ള പക്ഷത്തിൽ നിന്നുള്ള സിനിമയാണ്. അപ്പൊ ഈ ഇപ്പത്തെ സിറ്റുവേഷനിൽ വളരെ ആധികാരികമായ സംഭവങ്ങളാണ് പറയുന്നത്. ചെറിയ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ പറയാം. താങ്ക് യു. ശിവയ്ക്ക് എന്താ പറയാ? മാർച്ച് 6 ബട്ടർഫ്ലൈകൾ 86 റിലീസ് 85 എന്താണ് റിലീസ് ആവേണ്ട. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.